എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 9 ശ്ലോകം 19, 20, 21, 22, 23, 24, 25, 26 8 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസത പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. കേവലാത്മാനുഭാവേന സ്വമായാം ത്രിഗുണാത്മികാം സംക്ഷോഭയൻ സൃജത്യാദൗ തയാ സൂത്രമരിന്ദമ. അങ്ങനെ മുമ്പ് പറഞ്ഞ പോലെ കേവലനായിരിക്കുന്ന ഭഗവാൻ സൃഷ്ടിയാദിയിൽ തന്റെ പ്രഭാവ നിമിത്തം സത്വാദി ഗുണങ്ങളുടെ സാമ്യാവസ്ഥാരൂപിണിയായിരിക്കുന്നതും അതിനാൽ ഇപ്പോൾ തന്നെ അവലംബിച്ചിരിക്കുന്നതുമായ ശക്തിയെ ഉണർത്തുന്നു. ഈ സമയത്ത് സ്വഗുണങ്ങൾ സമാവസ്ഥ ഉപേക്ഷിച്ച് വിഷമാവസ്ഥ പ്രാപിക്കുന്നു. അപ്പോ ജഗത് സൃഷ്ടിയാകുന്ന മഹാകാര്യം നിർവഹിക്കാൻ സാമർഥ്യമുള്ള ഈശ്വരശക്തി ഉജ്ജൃംഭിക്കുന്നു. ഈ വർദ്ധിച്ച ശക്തിക്ക് സൂത്രം എന്ന പേര്. കർമ്മരൂപമായ എത്രയോ ബ്രഹ്മാണ്ടം ഈ സൂത്രത്തെ, അതായത് ഈ കയറിനെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ ഈ ശക്തി കർമ്മങ്ങളുടെ ബാഹ്യമായ പ്രകാശാവസ്ഥയെ, അതായത് ബാഹ്യമായ ക്രിയയെ പ്രത്യക്ഷമായിട്ട് പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ അവസ്ഥയിൽ പ്രബലപ്പെട്ടിരിക്കുന്നത് ക്രിയാശക്തിയാകുന്നു. അതിനാൽ സൂത്രരൂപമായി ക്രിയാശക്തി പ്രധാനമായിരിക്കുന്ന ഈ മഹിമയേറിയ പ്രകൃതി പരിണാമത്തിന് മഹത്തത്വം എന്നു പേര്. ഇത് തന്നെ പ്രപഞ്ചരൂപമായിരിക്കുന്ന വലിയ വലയുടെ മൂലകാരണമായിട്ടുള്ള നൂല്. താമാഹുസ്ത്രിഗുണവ്യക്തിം സൃജന്തീം വിശ്വതോമുഖം യസ്മിൻ പ്രോതമിദം വിശ്വം യേന സംസരതേ പുമാൻ. ഈ ശക്തി ത്രിഗുണങ്ങളുടെ സമ്മേളന നിമിത്തം ഉണ്ടായതും അനേകവിധം ഇരിക്കുന്ന ലോകത്തിന്റെ ഒന്നായിട്ടുള്ള ഒരു പ്രകാശവും ആകയാൽ ഇതിനെ തന്നെ ത്രിഗുണവ്യക്തി എന്നും പറയുന്നു. ഇനി ഇതിൽ നിന്ന് പലവിധമായ ശക്തി പ്രസരങ്ങൾ ഉണ്ടാകുന്നു. ക്രിയാശക്തി പ്രധാനമായിരിക്കുന്ന മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരവും ക്രമേണ സകല ഭൂതങ്ങളും ഭൗതികങ്ങളും ലോകങ്ങളും ബ്രഹ്മാണ്ടങ്ങളും ഉണ്ടാകുന്നു. ഇങ്ങനെ ജീവന്മാർക്ക് ശരീരങ്ങൾ ഉണ്ടാകുന്നു. ഈ ശരീരത്തിലിരുന്ന് സുഖ ദുഃഖങ്ങൾ അനുഭവിച്ച് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പിന്നെയും ഈ വിധം ആവർത്തിക്കുന്നതായ സംസാരാവസ്ഥയെ ജീവൻ പ്രാപിക്കുന്നു. മുൻ വിവരിച്ച ആ ക്രിയാശക്തിയുടെ പ്രവൃത്തി രൂപമായ വികാസത്തെ തന്നെയാണ് സമഷ്ടി പ്രാണൻ എന്ന് പറയുന്നത്. ഈ പ്രാണന്റെ ചലനത്തിനാണ് ക്രിയ എന്ന് പേര് പറയുന്നത്. ഈ ക്രിയയിൽ, അതായത് ഈ പ്രാണന്റെ ചലനത്തിൽ സകല ലോകവും കോർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടും കൂടിയാണ് സൂത്രം എന്ന് ക്രിയാശക്തിക്ക് പേരുണ്ടായത്. വായുർവൈ ഗൗതമ സൂത്രം വായുനാ വൈ ഗൗതമ സൂത്രേണ അയം ചലോക പരശ്ചലോക സർവാണി ച ഭൂതാനി സന്ധ്യബ്ധാനി. ഹേ ഗൗതമ, വായു തന്നെയാകുന്നു സൂത്രം. വായുവാകുന്ന സൂത്രം കൊണ്ട് ഈ ലോകവും പരലോകവും സർവഭൂതങ്ങളും ഒന്നായി കോർക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥമായ മേൽ കാണിച്ച ശ്രുതിവാക്യം സമഷ്ടി പ്രാണൻ തന്നെയാണ് ക്രിയാശക്തി പ്രധാനമായ മഹത്തത്വത്തിന്റെ വ്യക്താവസ്ഥ എന്ന് ബോധിപ്പിക്കുന്നു. യഥോർണനാഭിർഹൃദയാത് ഊർണാം സന്തത്യ വക്ത്രത തയാ വിഹൃത്യ ഭൂയസ്താം ഗ്രസത്യേവം മഹേശ്വര. ഈ മുൻപ് പറഞ്ഞ ഈ വിഷമ കാര്യം മനുഷ്യബുദ്ധിക്ക് വിഷയമാക്കി തീർക്കാൻ ഒരു ചെറിയ പ്രാണി ഗുരുസ്ഥാനം വഹിക്കുന്നു. അതിനാൽ അന്യസഹായവും പദാർത്ഥവും കൂടാതെ താൻ ചെയ്യുന്ന സൃഷ്ടിയാദി വ്യാപാരങ്ങൾ എല്ലാവർക്കും കാട്ടിക്കൊടുക്കാനുള്ള ഒരു മാർഗമായിട്ടോ ഈശ്വരൻ ഈ പ്രാണിയെ സൃഷ്ടിച്ചത് എന്ന് ഊഹിക്കാം. ഈ പ്രാണിക്ക് ഊർണനാഭി എന്ന് പേര്, അതായത് 8 കാൽ. സ്വന്തം മുഖദ്വാരത്തിൽ കൂടി ഒരുവിധം മൃദുവായ നൂലിനെ ഈ അപൂർവ പ്രാണി പുറപ്പെടുവിക്കുന്നു. ഈ നൂലിനെ ഇഷ്ടമുള്ള സ്ഥലത്തിൽ പിടിപ്പിച്ച് തനിക്കും ആ നൂലിനും കൂടി വേർപാട് വരാത്ത വിധത്തില് ഒരു വലയുണ്ടാക്കുന്നു. പണി മുഴുവനും കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളില് താൻ തന്നെ ഇരുന്ന് ആഹാരഭൂതങ്ങളായ ഈച്ച മുതലായവയൊക്കെ പിടിച്ച് തിന്നണം.
അങ്ങനെ കുറെ ഇരുന്ന് തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ ഈ നൂലിനെ ഒക്കെ തന്റെ ഉള്ളിലേക്ക് തന്നെ പ്രവേശിപ്പിച്ച് താൻ മാത്രമായിട്ടും ഇരിക്കുന്നു. ഇപ്രകാരമാണ് ലോക സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ മഹേശ്വരൻ പ്രവർത്തിക്കുന്നത് എന്ന് പൂർണ്ണനാഭിയിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് പറയാണ് ദത്താത്രേയ മഹർഷി. എത്രയെത്ര മനോദേഹി ധാരയേൽ സകലം ധിയാ സ്നേഹാത് ദ്വേഷാത് ഭയാത് വാപി യാതി തത്തൽസ്വരൂപതാം. വേട്ടാളൻ എന്ന് പറയപ്പെടുന്ന ഒരു വിധം ജീവിയുണ്ട്. അതിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് പറയാണ് അടുത്തത്. സ്നേഹം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ഭയം കൊണ്ടോ മനസ്സിന് മറ്റൊന്നിൽ സ്ഥിരത സിദ്ധിക്കും. ഏതൊന്നിൽ മനസ്സിന് പരിപൂർണ സ്ഥിതി സിദ്ധിക്കുന്നുവോ അതിന്റെ സ്വരൂപത്തെ മനസ്സ് അംഗീകരിക്കും. ആ വസ്തുവും മനസ്സും ഒന്നായിട്ട് ഭവിക്കും എന്നുള്ളത് പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നു. കീടപേശസ്കൃതം ധ്യായൻ കുഡ്യാം തേന പ്രവേശിത യാതി തൽസാമ്യതാം രാജൻ പൂർവരൂപമസന്ധ്യജൻ. ഈ അവസ്ഥയുടെ പ്രത്യക്ഷാനുഭവം വേട്ടാളൻ എന്ന പ്രാണിയില് കാണപ്പെടുന്നു. അതായത് പേശസ്കൃത്ത് എന്നാണ് പറയുന്നത്. വേട്ടാളൻ പേശസ്കൃത്ത് എന്ന വാക്ക് പറഞ്ഞല്ലോ, കീട പേശസ്കൃതം. ആ പേശസ്കൃത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് വേട്ടാളൻ. വേട്ടാളൻ ഒരു പുഴുവിനെ താൻ ഇരിക്കുന്ന ദ്വാരത്തിൽ കൊണ്ടുവന്ന് വെക്കണം. മുൻഭാഗത്തില് താൻ നിന്നുകൊണ്ട് ഭയങ്കരമായ ഒരു വിധം ചെറിയ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഉള്ളിലിരിക്കുന്ന പുഴുവിന്റെ നേരെ നോക്കി ഇങ്ങനെ ഊതി തുടങ്ങും. ആ ചെറിയ കീടം ഭയപ്പെട്ട് വേട്ടാളനെ തന്നെ നോക്കിക്കൊണ്ട് തന്റെ മുഴുവൻ വിചാരത്തെയും അതിന്മേലിങ്ങനെ വെക്കുകയാണ്. പേടിച്ചിങ്ങനെ വിറച്ച് ഇങ്ങനെ അല്പ ദിവസം കഴിയുമ്പോൾ ഈ പുഴുവിന്റെ ആകൃതി വേട്ടാളന്റെ ആകൃതിയായി തീരും. ഇതിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് പേടിച്ചിരിക്കുന്നതുകൊണ്ട് ആ പുഴുവിന്റെ ആകൃതി വേട്ടാളന്റെ ആകൃതിയായി തീരും. ഒരു പ്രാണിക്ക് അതിന്റെ സ്വരൂപത്തോടു കൂടി മറ്റൊരു സ്വരൂപമായി പരിണമിക്കാൻ മനോവിചാരം കാരണമായി വന്നിരിക്കുന്നു. ഈ നിലയ്ക്ക് ഈശ്വരധ്യാനത്തോടെ കാലം കഴിക്കുന്ന ഒരാൾക്ക് ദേഹനാശ അനന്തരമെങ്കിലും ഈശ്വരത്വം, അതായത് സായുജ്യം സിദ്ധിക്കാം എന്നതിൽ സംശയിക്കാനുണ്ട്. ഇങ്ങനെ നിരന്തര ധ്യാനത്താൽ നിശ്ചയമായും സായുജ്യം പ്രാപിക്കാമെന്ന് വേട്ടാളനിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് പറയും. ഏവം ഗുരുഭ്യ ഏതേഭ്യ ഏഷാമേ ശിക്ഷിതാമതി സ്വാത്മോപശിക്ഷിതാം ബുദ്ധിം ശൃണുമേ വദത പ്രഭോ. ഇപ്രകാരം മേൽപ്പറഞ്ഞ ഗുരുക്കന്മാരിൽ നിന്ന് ഓരോരോ സാരം ഗ്രഹിച്ച് ഞാൻ എന്റെ ബുദ്ധിയിൽ ഉറപ്പിച്ചു. ഇനി എന്റെ ദേഹത്തിൽ നിന്ന് തന്നെ പഠിച്ചത് ഞാൻ പറയാം. ഹേ പ്രഭോ, അങ്ങ് കേട്ടാലും എന്ന് പറയുന്നു. ദേഹോ ഗുരുർമമ വിരക്തി വിവേകഹേതു വിഭ്രസ്മത സത്വനിധനം സദദാത്യുദർക്കം തത്വാന്യനേന വിമൃശാമി യഥാ തഥാപി പാരക്യമിത്യവസിതോ വിചരാമ്യാസംഗ. വിഷയവൈരാഗ്യവും നിത്യാനിത്യ വസ്തു വിവേകവും അഭ്യസിക്കാനുള്ള ഉത്തമ സഹായിയാകയാൽ എന്റെ ശരീരവും എനിക്കൊരു ഗുരുവാണ്. വിഷയവൈരാഗ്യം ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് വെച്ചാൽ ദേഹം ഉത്ഭവിക്കുന്നതും വളരുന്നതും നശിക്കുന്നതും ഇരിക്കുമ്പോൾ തന്നെ ഓരോവിധം ദുഃഖങ്ങൾക്ക് കീഴടങ്ങേണ്ടതായി വരുന്നതും പ്രത്യക്ഷമായിട്ട് അറിയാൻ എല്ലാവർക്കും കഴിയും, അല്ലെ? അതുകൊണ്ട് ദേഹത്തിന്റെ അവസ്ഥ കഷ്ടം തന്നെ എന്ന് നിശ്ചയിക്കാൻ അവകാശം നേരിട്ടിരിക്കയാൽ അതിന്മേൽ സ്നേഹം വെക്കാൻ അവകാശമില്ല. ദേഹത്തിന്റെ സ്ഥിതി കഷ്ടം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് ആ ദേഹത്തെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ശരീരത്തെ സ്നേഹിക്കരുത് എന്ന് ആ ശരീരം തന്നെ എനിക്ക് ഉപദേശം തന്നു. അതുകൊണ്ട് വൈരാഗ്യം പഠിപ്പിക്കുന്ന ഗുരുവായി ദേഹം ഭവിച്ചിരിക്കുന്നു. വിവേകഹേതുത്വം എങ്ങനെയെന്നാൽ തത്വങ്ങൾ ആലോചിക്കാൻ ഈ ദേഹമുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. തത്വചിന്തയാൽ ദേഹം നശിക്കുന്നതും നശിക്കാത്ത വസ്തു ദേഹത്തിൽ നിന്ന് വിലക്ഷണമായിരിക്കുന്ന ചൈതന്യമാണെന്നും അറിയാനിടയാകുന്നതിനാൽ വിവേകത്തിനും ശരീരം കാരണമായി. ഇങ്ങനെ പരമോപകാരിയും ഗുരുവും ആണെങ്കിലും ഇത് വാസ്തവത്തിൽ കുറുക്കൻ, കഴുകൻ എന്നീ പ്രാണികളുടെ ഭക്ഷണ പദാർത്ഥമായിട്ടോ അഗ്നിക്ക് വിറകായിട്ടോ വരുന്നതാണല്ലോ. അതുകൊണ്ട് അന്യന്റെ മുതലായിരിക്കുന്നതല്ലാതെ എന്റേതല്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഈ ശരീരത്തിലും ആസക്തി കൂടാതെ ഞാൻ സഞ്ചരിക്കുന്നു.
ജായാത്മജാർത്ഥ പശുഭൃത്യഗൃഹാപ്തവർഗാൻ പുഷ്ണാതി യൽ പ്രിയ ചികീർഷുതയാ വിതന്വൻ സ്വാന്തേ സകൃച്ഛമവരുദ്ധധന സദേഹ സൃഷ്ട്വാസ്യ ബീജമവസീദതി വൃക്ഷധർമ്മ. ദേഹം ദുഃഖഹേതുവാണെന്ന് പറഞ്ഞത് വിസ്തരിച്ചു പറയണം. ദേഹത്തിനു വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ധനം സമ്പാദിക്കണം. ആ മുതലിനെ ദേഹസുഖം തരുന്നവരാണെന്നുള്ള വിചാരത്തോടു കൂടി ഭാര്യാപുത്രാദികൾക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നു. സമ്പാദിക്കുമ്പോഴും ചെലവ് ചെയ്യുമ്പോഴും ദുഃഖം. ഭാര്യാപുത്രാദികളെ സ്നേഹിക്കുക നിമിത്തം അവരുടെ ആവശ്യങ്ങളെയും കൂടി നിവർത്തിക്കാനുള്ള മഹത്തായ അധ്വാനം. ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് നശിക്കണം. എന്നാൽ ദുഃഖഹേതുവായ ഈ ദേഹം നശിക്കുന്നതോടുകൂടി സകല ദുഃഖവും തീരുന്നുവെന്ന് സന്തോഷിക്കാമോ? അതിനും തരല്ല. എന്തുകൊണ്ടെന്നാൽ ഇതുപോലെയോ ഇതിലും താണതായിട്ടോ ഉയർന്നതായിട്ടോ ഉള്ള എത്രയെങ്കിലും ദേഹം ഉണ്ടാവാൻ കാരണമായിരിക്കുന്ന പുണ്യപാപങ്ങൾ ചെയ്യുന്നതിനാൽ ഇനിയും ഉണ്ടാവാനുള്ള വിത്തുകൾ ജനിപ്പിച്ച ശേഷം നശിക്കുന്നതായാൽ വൃക്ഷത്തെ പോലെയാണ് ദേഹം. വിത്തറ്റുപോവാൻ ബഹുവിഷമം. പിന്നെയും പിന്നെയും ജനിക്കും. ഇതിനേക്കാളും ചിലപ്പോൾ ഇതിനെ കൂടുതലും ദുഃഖമായിരിക്കും അനുഭവിക്കേണ്ടി വരും. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.